everybody. ഇന്നത്തെ ഈ വിജയവേദി എപ്പിസോഡിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ മത്തിക്കര എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് HMT ലേഔട്ടിൽ ഇവിടെയും ഒരു മലയാളി, നല്ലൊരു ബിസിനസ് പേഴ്സണെയാണ് നമ്മൾ ഈ വിജയവേദി എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ഈസ് ദി പ്രൊപ്രൈറ്റർ ഓഫ് ഗോൾഡൻ വുഡ് പാക്കേഴ്സ്. ഇതിൽ മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ഓഫ് പാക്കിംഗ് വുഡ് ബോക്സസ് എന്നുവെച്ചാൽ നമുക്ക് വലിയ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ മെഷീനറീസോ പാക്ക് ചെയ്യാനുള്ള വുഡൻ ബോക്സസ്, അത് മാത്രമല്ല അത് ക്രേറ്റേഴ്സും പാലറ്റ്സും മാനുഫാക്ചർ ചെയ്തിട്ട് അത് കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്ന വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് മിസ്റ്റർ TP ജോർജ്. നമ്മുടെ തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജീവിതമായിട്ട് നമുക്ക് കുറച്ച് പങ്കുവെക്കാം. നമസ്കാരം സാർ. സാറിൻ്റെ സ്ഥലം തൃശ്ശൂരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാർ എപ്പോഴായിരുന്നു ഇങ്ങോട്ട് വന്നത് ബാംഗ്ലൂർ? ഞാൻ തൃശ്ശൂര് അടുത്ത ഒല്ലൂരാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഞാനൊരു 35 വർഷമായിട്ട് ഇവിടെ ബിസിനസ്സായിട്ട് ബാംഗ്ലൂരും തമിഴ്നാടായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതിൽ കൂടുതൽ ബിസിനസ് ബാംഗ്ലൂർ. ഫാമിലി ആയിട്ട് ഇവിടെ ഒരു 15-16 വർഷത്തോളമായി സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ മത്തിക്കരയിൽ താമസമായിട്ട്. ആദ്യം തന്നെ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങിയത് ബിസിനസ്സിനായിരുന്നു? ഫസ്റ്റ് തുടങ്ങിയത് ഇതേ സെയിം ലൈൻ തന്നെ. അതൊരു കോൺട്രാക്ട് ബേസിലായിരുന്നു തുടക്കത്തില്, സ്റ്റാർട്ടിങ്ങിൽ. അത് മറ്റേ ബാംഗ്ലൂർ തന്നെ ആദ്യത്തെ ബാംഗ്ലൂരിലെ സപ്ലൈ മൈക്കോ ഫാക്ടറി എന്ന് പറയും. മൈക്കോ ഒരു ജർമ്മൻ കമ്പനിയാണ്, ഫേമസ് കമ്പനി. മൈക്കോ ഫാക്ടറിയിലെ ഓർഡറാണ് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ എടുത്ത് സപ്ലൈ ചെയ്യുന്നത്. അത് തുടങ്ങി അങ്ങനെ കുറേശ്ശെ ആയിട്ട് പല കമ്പനികളിലെ ഓർഡറുകളായി കുറച്ചും കൂടി അത് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഈ സപ്ലൈ എന്ന് പറയുന്നത് ലൈക്ക് ഇവിടെ നിന്ന് ചെയ്തിട്ടാണോ സപ്ലൈ ചെയ്തത്, നാട്ടിൽ നിന്ന്? അല്ലല്ല, നാട്ടിൽ നിന്ന് നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽ, വുഡൻ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. അത് ഇപ്പോഴാണ് ഫസ്റ്റ് മുമ്പ് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ ഗോഡൗൺ വെച്ച് ആ ഗോഡൗണിൽ എടുത്തിട്ട് അവിടെ ജോലിക്കാരുണ്ടായിരിക്കും. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മെറ്റീരിയൽ നമ്മളത് അസംബ്ലി ചെയ്ത്
അങ്ങനെ തന്നെ കമ്പനികളിലേക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് അവരുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാംഗ്ലൂർ തന്നെ. നാട്ടിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കമ്പനികൾ ഉണ്ടായിരുന്നു. അവിടെ മാനുഫാക്ചറിങ് ചെയ്ത് ഞങ്ങൾ നാട്ടിൽ സ്ഥിരമായിട്ട് ഞാൻ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് സപ്ലൈ ബാംഗ്ലൂർക്ക് ചെയ്തിരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടിമ്പർ ലൈനിലും ഈ റോ മെറ്റീരിയൽ വുഡ് വളരെ ടൈറ്റായി അങ്ങനെ കുറച്ച് പ്രോബ്ലമൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ചതൊന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാംഗ്ലൂർ സെറ്റിലായിട്ട് വീണ്ടും പല ബിസിനസ് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കാരണം നമുക്ക് ഓർഡറിന് കുറച്ചും കൂടി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സ്ഥിരമായിട്ട് അപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള ഓർഡർ കിട്ടാനുള്ള ചാൻസുകളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ താമസമായി. അങ്ങനെ ഒരു 15 കൊല്ലത്തിന് മേലായിട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നു. ബാംഗ്ലൂരിൽ ആദ്യം തുടങ്ങിയത് ഇവിടെ തന്നെ മത്തിക്കല്ല, അത് ആടുകൂടി എന്ന് പറയും. അവിടെയാണ് മൈക്രോ ഫാക്ടറി ഉള്ളത്. മൈക്രോ ഫാക്ടറിയിലാണ് ആദ്യത്തെ ഓർഡർ എനിക്ക് അന്ന് ഇവിടുത്തെ ഒരു സുഹൃത്തായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ആ സുഹൃത്ത് മുഖാന്തരം എനിക്ക് ഈ മൈക്രോ ഫാക്ടറിയിൽ അദ്ദേഹം ഓർഡർ എടുത്ത് തരണം, ഒരു ട്രയൽ ഓർഡർ. ആ ഓർഡർ അങ്ങനെ തന്നെ പിന്നെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് സ്ഥിരമായി. അങ്ങനെ ഞാൻ ആടുകൂടി എന്ന് പറയുന്ന സ്ഥലത്ത് ഗോഡൗൺ വെച്ചു. നാട്ടിൽ നിന്ന് കുറേ ജോലിക്കാരൊക്കെ കൊണ്ടുവന്നു. അവിടുന്ന് നാട്ടിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുപോകുന്നു. കാരണം ഇത് അസംബ്ലി അത് വന്നിട്ട് ഇപ്പൊ ഒരു എന്റെ മാരേജിനൊക്കെ മുമ്പാണ്. മാരേജ് വന്നിട്ട് 32 ഇയേഴ്സ് എന്റെ മാരേജ് കഴിഞ്ഞു. അതിന് മുമ്പാണ്. 35 മേലെ ഒരു 35-36 ഇയേഴ്സ് ഉണ്ടാവും. ആ സമയത്താണ് ഈ ആടുകൂടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സ്ഥിരമായിട്ട് അവിടെ ഗോഡൗൺ എടുത്ത് നാട്ടിൽ നിന്നുള്ള ജോലിക്കാരെല്ലാം കൊണ്ടുവന്ന് സെറ്റപ്പാക്കി. റോ മെറ്റീരിയലൊക്കെ നാട്ടിൽ നിന്ന് വരും. അങ്ങനെ കുറേശ്ശെയായിട്ട് പിന്നെ ഇമ്പ്രൂവ് ആയി. പല കമ്പനികളുടെ ഓർഡറുകൾ പിടിച്ച് അങ്ങനെ പിന്നെ തമിഴ്നാടും മദ്രാസ് ചെന്നൈയിലും സപ്ലൈ ഉണ്ട്. ഇല്ല, ചെന്നൈയിൽ ഇപ്പം ഇല്ലെങ്കിലും തമിഴ്നാട് ഉണ്ട്, ചെന്നൈയിലില്ല. ചെന്നൈയിലില്ല. പിന്നെ കുറെ കോമ്പറ്റീഷൻ ഫീൽഡാണ്. ഏത് ഫീൽഡ് എടുത്താലും കോമ്പറ്റീഷൻ ഉണ്ടാവും. സുലഭമായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയാനില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മോണോപോളി ഉണ്ടെങ്കിൽ നമ്മുടെ കാലിബർ വന്നിട്ട് സ്റ്റോപ്പ് ആയി കളയും ഒരു സർട്ടൻ എക്സ്റ്റെന്റ്. ഈ കോമ്പറ്റീറ്റേഴ്സ് ആണ് റിയലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. മൈക്ക കമ്പനിയിലാണ് ആദ്യം ഓർഡർ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞത്. എന്തായിരുന്നു ഓർഡർ? അത് അവരുടെ മാനുഫാക്ചറിംഗ് വന്ന് മോട്ടോർ ഇൻഡസ്ട്രീസ് കമ്പനി, ദാറ്റ് ഈസ് ജർമ്മൻ മേക്ക് കമ്പനിയാണ്. അത് അവർക്ക് ഒരു മോട്ടോർ വണ്ടിയുടെ എല്ലാ പാർട്സുകളും മാനുഫാക്ചറിങ് ചെയ്യുന്നത് അവർ. അതായത് ടയർ ഒഴികെ ബോഡി ഒഴികെ അതിന്റെ എഞ്ചിൻ ഉൾപ്പെടെ കംപ്ലീറ്റ് എല്ലാ കോമ്പണൻസ് മാനുഫാക്ചറിങ്. നല്ല ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ബാംഗ്ലൂർ. നോട്ട് ഓൺലി ബാംഗ്ലൂർ, സൗത്ത് ഇന്ത്യ എന്ന് പറയാം. ആ കമ്പനിയിൽ ഓർഡർ അതേമാതിരിയുള്ള അവരുടെ ക്വാളിറ്റി അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെ. പിന്നെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഓർഡർ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. പിന്നെ അവിടെ പേയ്മെന്റ്സ് കണ്ടീഷൻസ് അതൊക്കെ വളരെ നമുക്ക് പിന്നെ അവിടെ നമ്മൾക്ക് നല്ല ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വർഷങ്ങളോളം ഞാൻ സപ്ലൈ ചെയ്യും.